കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ഏകാദശസ്കന്ധം ഏകാദശോധ്യായ 11-ാമത്തെ അധ്യായം. ശ്രീഭഗവാനുവാച ബദ്ധോ മുക്ത ഇതിൽ വ്യാഖ്യ ഗുണതോ മേ ന വസ്തുത ഗുണസ്യ മായാമൂലത്വൽ ന മേ മോക്ഷോ ന ബന്ധനം. ഭഗവാൻ പറയുകയാണ് ഉദ്ധവനോട്. ഉദ്ധവൻ ചോദിച്ചില്ല ഇന്നലെ ഈ ബദ്ധൻ മുക്തൻ അതിൻ്റെ എന്താണ് യഥാർത്ഥ ലക്ഷണം, എങ്ങനെയാണ് ബദ്ധനെ അറിയുക, എങ്ങനെയാണ് മുക്തനെ അറിയുക, നിത്യമുക്തൻ അതുമാതിരി നിത്യബദ്ധൻ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉദ്ധവൻ ചോദിച്ചതിനുള്ള മറുപടിയായിട്ട് പറയാൻ തുടങ്ങുകയാണ് ഭഗവാൻ. യഥാർത്ഥത്തിൽ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഭഗവാൻ പറയുന്നത് ആരെയാണ്? ഈശ്വരൻ. ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ബദ്ധൻ അതിൽ എപ്പോഴും നിത്യമുക്തനാണ്. ബദ്ധൻ മുക്തൻ എന്നുള്ള ഭാവം ഇല്ല. അതെപ്പോഴേ വരൂ ഈ ബദ്ധൻ മുക്തൻ എന്നുള്ള ഭാവം? ആ ഗുണത്തിൽ നിന്നേ വരൂ. ഈ ഗുണം എങ്ങനെയാണ് വരുന്നത്? എൻ്റെ മായയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ മായ ഞാൻ സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് ബദ്ധൻ മുക്തൻ എന്നുള്ള ഭാവം ഇല്ല, വാസ്തവത്തിൽ ഇല്ല എന്നാണ് ആദ്യ ശ്ലോകം കൊണ്ട് ഭഗവാൻ പറയണം. ശോകമോഹൗ സുഖം ദുഃഖം ദേഹോൽപത്തിശ്ച മായയാ സ്വപ്നോ യഥാത്മനഖ്യാതി സംസൃതിർന്നതു വാസ്തവീ. ഈ ദുഃഖം അതുമാതിരി ഭ്രമം അതുമാതിരി സുഖം ദുഃഖം ശരീരം ഉണ്ടാവുക ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മായ ഉള്ളതുകൊണ്ടാണ്. അതൊന്നും വാസ്തവമല്ല, മായ കൊണ്ടുള്ളതാണ് അതെല്ലാം എന്ന് പറയുകയാണ്. ഏതുമാതിരി സ്വപ്നോ യഥാത്മനഖ്യാതി സംസൃതിൽ നിന്നതോ വാസ്തവി. ഏതുമാതിരി ഈ സ്വപ്നം മനുഷ്യൻ്റെ ബുദ്ധിയിലുണ്ടാവുന്ന സങ്കല്പങ്ങളെ കൊണ്ടാണ്, മനസ്സിൻ്റെ ബുദ്ധി സങ്കല്പങ്ങളെ കൊണ്ടാണ് സ്വപ്നം ഉണ്ടാവുന്നത്, വാസ്തവമല്ലല്ലോ. അതുമാതിരി നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ജാഗ്രതായിട്ട് കാണുന്ന വസ്തുക്കൾക്കും യഥാർത്ഥത്തിൽ അത് യാഥാർത്ഥ്യമല്ല, അതൊന്നും വാസ്തവമല്ല എന്ന് വെക്കാം, മായയാണെന്ന് പറയുകയാണ്. വിദ്യാവിദ്യേ മമതനു വിദ്യുദ്ധവശരീരിണം മോക്ഷബന്ധകരീ ആദ്യേ മായയാമേ വിനിർമ്മിതേ. ഉദ്ധവ, ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ. എല്ലാ ശരീരികൾക്കും, അതായത് ഓരോ ദേഹികൾക്കും രണ്ട് തരത്തിലുള്ള എൻ്റെ ശരീരത്തിനെ രണ്ടായിട്ട് കാണാൻ പറ്റുന്നതാണ്. അതായത് വിദ്യ എന്നുള്ള രീതിയിൽ, അതുമാതിരി അവിദ്യ എന്നുള്ള രൂപത്തിൽ. വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായയുടെ ആ ഒരു ശക്തിയാണ്. എന്നെ ഈ മായ മറയ്ക്കുന്നതിനെ കാട്ടിത്തരുന്ന യാഥാർത്ഥ്യം കാട്ടിത്തരുന്നതിനാണ് വിദ്യ എന്ന് പറയുക. മറ്റത് അവിദ്യ എന്ന് പറയുക. ഇത് രണ്ടും, അത് വിദ്യ എന്തിലേക്ക് നയിക്കും? മോക്ഷത്തിലേക്ക് നയിക്കും. അവിദ്യ എന്നുള്ളത് ബന്ധത്തിലേക്ക്, വീണ്ടും ബന്ധനത്തിലേക്ക് നയിക്കും. ഇത് രണ്ടും മായയുടെ തന്നെ രണ്ട് ശക്തികളാണെന്നാണ് ഭഗവാൻ പറയണത്. ഏകസ്യൈവ മമാംശസ്യ ജീവസ്യൈവ മഹാമതേ ബന്ധോസ്യ വിദ്യയാനാദി വിദ്യയാച തഥേതരാ. അതുകൊണ്ട് എന്താ ഉണ്ടാവണം? ഈ വിദ്യയും അവിദ്യയും രണ്ട് ശക്തികളെ കൊണ്ട് യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കിയാൽ ഈ ജീവൻ എന്നുള്ളതുണ്ടല്ലോ, ജീവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അംശം തന്നെയാണ്. ആത്മാവ് എന്നുള്ളത് പരമാത്മാവിൻ്റെ അംശം തന്നെയാണ് ആ ജീവൻ. ആ ജീവൻ എപ്പോൾ അവിദ്യാമായയിൽ കുടുങ്ങണോ ആ സമയത്ത് എന്തായി? അത് ബന്ധത്തിന് കൂടുതൽ കാരണമായി തീരും. നേരെ മറിച്ച് വിദ്യാമായയാണ് എന്ന് വെച്ച് കഴിഞ്ഞാലോ ജീവന് തനി ശരീരമല്ല എന്നുള്ള ബോധം വന്നിട്ട് താൻ ആത്മാവ് എന്നുള്ള ബോധം വരും. ഇത്ര മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കിയാൽ ഈ മൂന്ന് വസ്തുക്കളിൽ ജീവൻ, അതുമാതിരി ഈശ്വരൻ, ശരീരം, ഇങ്ങനെ ഈ മൂന്ന് വസ്തുക്കളിൽ ജീവനാണ് ഇടയിൽ നിന്ന് കളിക്കുന്നത്. ഈശ്വരനെ എപ്പോഴും നിത്യമുക്തനാണ്, മറ്റത് ജഡാണ് ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ജീവൻ എപ്പോൾ താൻ ഈശ്വരൻ ആണെന്നുള്ള ഭാവം വന്നോ അപ്പം മുക്തനായിത്തീരും, താൻ ശരീരമാണെന്നുള്ള ഭാവം വന്നല്ലോ അപ്പോൾ ബദ്ധനായിത്തീരും. ഇതേ ഉള്ളൂ എന്ന് പറയുകയാണ്. അത ബദ്ധസ്യ മുക്തസ്യ വൈലക്ഷ്യണ്യം വദാമിതേ വിരുദ്ധധർമ്മിണോസ്താഹ സ്ഥിതയോരേകധർമ്മിണി. നമുക്കൊണ്ട് ഒരേ ധർമ്മത്തിലുള്ള ഇരിക്കുന്നവരായിട്ടുള്ള ഈ രണ്ട് കൂട്ടരാണുള്ളത്. ആരാണ്? ഒന്ന് ഈശ്വരനും മറ്റത് ജീവനും. യഥാർത്ഥത്തിൽ അത് വിരുദ്ധധർമ്മം എന്നുള്ള വരുമ്പോഴാണ് ഈ ബദ്ധനം മുക്തനം എന്നുള്ള ലക്ഷണ ഭേദത്തെ ഇങ്ങനെ വരണത് എന്ന് പറയുകയാണ്. അതൊരു ഉദാഹരണം കൊണ്ട് പറഞ്ഞു തരാമെന്ന് പറയുകയാണ് ഭഗവാൻ. എന്താണ് ആ ഉപനിഷത്തിലൊക്കെ പറയുന്ന ഉദാഹരണമാണ്. ഇതിനെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൃക്ഷത്തിലെ രണ്ട് പക്ഷികളായിട്ടാണ് കണക്കാക്കുക. ഈ ശരീരത്തിലെ
ഉള്ള ഈ രണ്ട് പക്ഷി അതിലെ ജീവനും ഈശ്വരനും, അത് ഒരു വൃക്ഷത്തമ്പിലുള്ള രണ്ട് വൃക്ഷം എന്ന് പറഞ്ഞാൽ ശരീരമാണ് വൃക്ഷം, അത് രണ്ട് പക്ഷികളുടെ ഉദാഹരണമായിട്ടാണ് എപ്പോഴും പറയാറ്. സുവർണാവേദൗ സദൃശൗ സഖായൗ യദൃച്ഛയൈതൗ കൃതനീടൗ ച വൃക്ഷേ ഏകസ്തയോ ഖാദതി പിപ്പളാന്യം അന്യോ നിരന്നോ വിബലേന ഭൂയൻ. ഒരു വൃക്ഷത്തിൽ ഒരേ മാതിരിയുള്ള നല്ല ഇഷ്ടന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ള ഒരേമാതിരി ആയിരുന്നുള്ള രണ്ട് പക്ഷികളുണ്ടെന്നാണ് ഒരു വൃക്ഷത്തിൽ. ആ വണ്ടി അത് ഒരേ മാതിരിതാണ്. എതിർച്ചയെയ്തവും കൃതനീടവും രണ്ടും വൃക്ഷത്തിൽ കൂട് കെട്ടിയിരിക്കുകയാണ്. ഏകസ്ഥയോ ഖാദതി പിപ്പലന്നം. ഒരു ആലുവൃക്ഷമാണ്. അപ്പം ഈ ആലിൻ്റെ പഴങ്ങളുണ്ടല്ലോ അത് പുളിയുള്ളതായിരിക്കാം, മധുരമുള്ളതായിരിക്കാം. ഇതിനെ ഒരു പക്ഷി ഈ പഴങ്ങൾ ഇങ്ങനെ ഓരോന്ന് കൊത്തി കൊത്തി ഇങ്ങനെ തിന്നും. നല്ലോ അന്യോ നിരന്നോവി. മറ്റതാണ് ചലോ മറ്റതൊന്നും കഴിക്കില്ല, വെറുതെ ഒന്നും അനങ്ങാണ്ട് അങ്ങനെ ഇരിക്കുക മാത്രമേ ഉള്ളൂ. നിരബലേന ഭൂയൻ. എന്തുണ്ടല്ലോ ഇതിന് ഈ വിശപ്പും ദാഹം ഒന്നുമില്ല, നല്ല ബലത്തിലിരിക്കും ഈ പഴമൊന്നും കഴിക്കാത്ത പക്ഷി. മറ്റതാണ് ചലോ അതിനെപ്പോഴും വിഷമവും ദുഃഖവും മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്. അതാണ് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ട് സുഖങ്ങളും ദുഃഖങ്ങളും ആവുന്ന ഫലങ്ങളാണ് ഈ വൃക്ഷത്തിലുള്ളത്. അതിനെ കൊത്തിക്കൊണ്ട് ചിലപ്പോൾ മധുരം ചിലപ്പോൾ പുളി എന്നുള്ള രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷിയാണ് ജീവൻ. മറ്റേതോ ആത്മാവ് അല്ലെങ്കിൽ ഈശ്വരൻ എന്നുള്ളത് സാക്ഷിയായിട്ട് ഒന്നും ചെയ്യാണ്ട് അനങ്ങാണ്ട് ഇതേ വൃക്ഷത്തിൽ തന്നെ ഇരിക്കണം. അതാണ് ഈശ്വരൻ. അപ്പം ഭക്ഷണം ഒന്നും കഴിച്ചില്ലെങ്കിലും അത് ബലവാനാണ്. മറ്റേതോ ഒന്നും ഭക്ഷണം കഴിക്കുന്നതിന് ബുക്കില്ലേ എന്ന് പറയുകയാണ്. ആത്മാനമന്യം ച സവേദ വിദ്വാൻ അപിപ്പലാദോ നതു പിപ്പലാദ യോ വിദ്യയായു സതു നിത്യബദ്ധോ വിദ്യാമയോയ സതു നിത്യമുക്ത. ഇങ്ങനെ ഇതിൽ നിന്ന് ഈ അഭിപ്പലാത്, അതായത് ഈ ആലിൻ്റെ പഴങ്ങളെ തിന്നാതിരിക്കുന്നവനായിട്ടുള്ള അറിവുള്ള വിദ്വാനായിട്ടുള്ള ഇതുണ്ടല്ലോ പക്ഷി ഉണ്ടല്ലോ, അത് ആത്മാനം തന്നെയും അന്യനെയും നന്നായിട്ട് അറിയും. അത് ഇതിൽ വേദം അറിയുന്നു. പിപ്പലെന്ന കായ പഴം തിന്നുന്ന പിപ്പലാദനായിട്ടുള്ള ഇതൊന്നത് വേദം അതിനറിയൂല്ല. താനും മറ്റും ഒന്നാണെന്നുള്ള ഭാവം അറിയില്ല. അതെന്ത് ചെയ്യണം? യോജിച്ചവനായിട്ട് അവിദ്യയോട് യോജിച്ചവനായിട്ട് എപ്പോഴും നിത്യബദ്ധ, എപ്പോഴും ഇങ്ങനെ കെട്ടിൽ മുഴുകിയിട്ട് ഈ പഴം തിന്നുകൊണ്ട് സുഖവും ദുഃഖവും അനുഭവിച്ചുകൊണ്ട് അതങ്ങനെ കഴിഞ്ഞുകൂടും. വിദ്യാമയ എന്ന വിദ്യാശോഭനായിട്ടുള്ള മറ്റതോ സതു നിത്യമുക്ത, അത് എപ്പോഴും നിത്യമുക്തനായിട്ടിരിക്കുന്നത്. ഇതാണ് ഒരു ഉദാഹരണമായിട്ട് പറയാറ് എപ്പോഴും. അതായത് ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സാക്ഷിയായും കൊണ്ട് ഇതിലൊന്നും മുഴുകാണ്ടിരിക്കണോ ശരീരത്തിൻ്റെ ഉള്ളിൽ. എന്നാൽ ആ ആത്മാവ് തന്നെ ഈ ജീവനായി കഴിഞ്ഞു വെച്ചാൽ എന്ത് വരും? ശരീരമാണ് താൻ എന്നുള്ള ബോധം വരുമ്പോൾ ശരീരത്തിൻ്റെ പ്രവൃത്തികളിലൊക്കെ താൻ കർത്താവാണെന്ന് അനുഭവിക്കുകയും ചെയ്യണു, താൻ ഭോക്താവാണെന്ന് അനുഭവിക്കുകയും ചെയ്യണു. ഇങ്ങനെ രണ്ട് രീതിയിൽ ഇരുന്നു കൊണ്ട് ഈ വിഷമങ്ങൾ സംസാരം കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണു. അങ്ങനെയുള്ള ജീവൻ ബദ്ധനും ആത്മാവ് മുക്തനുമാണ്. ദേഹസ്ഥോ വിഘ്നദേഹസ്ഥോ വിദ്വാൻ സ്വപ്നാൽ യഥോത്ഥിത അദേഹസ്ഥോ വിദേഹസ്ഥ കുമതി സ്വപ്നദൃഗ്യഥാ. ദേഹസ്ഥോ വിഘ്നദേഹസ്ഥോ വിദ്വാൻ സ്വപ്നാൽ യഥോത്ഥിത. ഒരാൾ ശരീരം ഉറക്കത്തിലിരിക്കുന്ന സമയത്ത് സ്വപ്നം കണ്ടു വിചാരിക്കുക. സ്വപ്നം കണ്ട സമയത്ത് നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ട് അതൊക്കെ പെട്ടെന്ന് ഉണർന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അത് സ്വപ്നമാണെന്നുള്ള തോന്നൽ വരും. ആ തോന്നൽ വരുന്ന രീതിയിൽ ഈ ശരീരം എടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് താൻ ഈ ശരീരമല്ല ആത്മാവാണെന്ന് ബോധമുള്ള ആളുണ്ടല്ലോ, അയാളാണ് മുക്തൻ. നേരെ മറിച്ചോ അദേഹസ്ഥോ വിദേഹ, യഥാർത്ഥത്തിൽ ശരീരമായിട്ട് ബന്ധമില്ലാതെങ്കിൽ കൂടിയിട്ട് താൻ ഈ ശരീരമാണെന്ന് കരുതിയിരിക്കുന്ന കുമതിയായിട്ടുള്ള ആള് ആണ് ജീവൻ. ഇങ്ങനെ ഓരോന്നോരോന്ന് വിസ്തരിച്ച് പറയാണ്. ഇതൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ സ്വന്തം മനനം ചെയ്ത് ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കേണ്ടതാണെന്നൊക്കെ. ഇന്ദ്രിയൈരിന്ദ്രിയാർത്ഥേഷു ഗുണൈരവിഗുണേഷു ച ഗൃഹ്യമാണേഷ്വഹങ്കുര്യൽ ന വിദ്വന്യസ്തവിക്രിയാ ന വിദ്വാന്യസ്തു അവിക്രിയാ. ഈ ഇന്ദ്രിയങ്ങളെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ ഈ ബദ്ധമില്ലാത്ത മുക്തനായിട്ടുള്ള എന്ത് ചെയ്യണം? ആളെന്ത് ചെയ്യണു? തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാന സജ്ജതേന്ന് ഈ ഗീതയിൽ പറയേണ്ടത്. അതായത് തത്വം അറിയുന്ന ആൾ എന്ത് ചെയ്യും? ഈ പ്രപഞ്ചത്തിലെ ബന്ധങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ ചലിക്കുന്നത്? ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മുഴുവനല്ലോ ഇത് എനിക്ക് ബാധകമല്ല എന്നുള്ള രീതിയിൽ സാക്ഷിയായിട്ടിരിക്കുകയും തത്വം അറിയുന്ന ആളെന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ആളാണ് മുക്തൻ. ഹലോ ദൈവാധീനേ ശരീരേസ്മിൻ ഗുണഭാഗ്യേന കർമ്മണ വർത്തമാനോ ബുധസ്തത്ര കർത്താസ്മീതി നിബധ്യതേ എന്നാൽ ഇതേ പറയണേ ഗീതയിൽ പറയുന്ന മാതിരി തന്നെ പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശ അഹങ്കാര വിമൂഢാത്മാ
കർത്താഹമിതി മന്യതേ. അതായത് യഥാർത്ഥത്തിൽ അലച്ചു നോക്കിയാൽ ദൈവാധീനമായിട്ടുള്ള കർമ്മത്തിന് അധീനമായിട്ടുള്ള ഈ ശരീരത്തിൽ, അതായത് എന്തോ പ്രാരബ്ധകർമ്മം കൊണ്ട് കിട്ടിയ ശരീരത്തിൽ അതിൻ്റെ ഗുണങ്ങൾക്കനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അല്ലല്ല താൻ ഇതിനൊന്നും ബന്ധമില്ല എന്ന് ചിന്തിക്കുകയാണ് വേണ്ടത്. അതില്ലാണ്ട് താൻ അതിൽ കർത്താവാണെന്ന് എപ്പോൾ ജീവൻ ചിന്തിച്ചുകൊണ്ടിരിക്കണു, അപ്പം അബുധൻ, അതായത് ബുദ്ധിയില്ലാത്തവൻ എന്ത് ചെയ്യണു? കർത്താസ്മി ഇതി നിബദ്ധ്യതേ. അതിൽ വീണ്ടും വീണ്ടും ബന്ധനത്തിൽ അങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കണു എന്ന് പറയുകയാണ്. അതായത് ബദ്ധനായിട്ടുള്ള ആള് ശരീരത്തിൻ്റെ പ്രവൃത്തികളിൽ താനാണ് ചെയ്യണത്, താനാണ് അനുഭവിക്കണമെന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് അതിൽ മുഴുകിയിട്ട് വീണ്ടും ബദ്ധനായി തീരും. എന്നാൽ ശരീരസ്ഥനാണെങ്കിൽ കൂടിയിട്ട് തത്വം അറിയുന്ന ആൾ താൻ ഈ ജീവനല്ല, താൻ ഈ ശരീരമല്ല എന്ന് ആത്മാവാണെന്നുള്ള ബോധം വന്നാലോ ഇതിൽ ചെയ്യുന്ന പ്രവൃത്തികളിലൊന്നും ആ ഭാവമില്ലാണ്ട് താനാണ് ചെയ്യുന്നതെന്നുള്ള ഭാവം ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് അയാൾ മുക്തനായിട്ട് തീരും. ഇതാണ് യഥാർത്ഥത്തിൽ തത്വം. ഏവം വിദഗ്ധ ശയന ആസനാടന മജ്ജനി ദർശന സ്പർശന ഘ്രാണ ഭോജന ശ്രവണാദിഷു ന തഥാ ബധ്യതേ വിദ്വാം തത്ര തത്രാദയൻ ഗുണൻ പ്രകൃതിസ്തോപ്യസംസക്തോ യഥാഖം സവിതാനില. ആ മുക്തന്റെ ആ ഭാവം എന്താന്ന് വീണ്ടും പറയുകയാണ്. അതായത് ഇങ്ങനെ ആ വൈരാഗ്യം വന്നിട്ട് താൻ ഈ ശരീര അല്ല, താൻ ഇന്ന് വിട്ടു നിൽക്കുന്ന ആളാണെന്ന ബോധ്യം വന്ന ആൾക്ക് എങ്ങനെ ഉണ്ടായ അതിൽ ഇരിക്കണ സമയത്ത്, കടക്കണ സമയത്ത്, കുളിക്കണ സമയത്ത്, ഭക്ഷണ സമയത്ത് എന്ത് പ്രവൃത്തികൾ ചെയ്യുകയാണെന്ന് വെച്ചാലും എങ്ങനെയുണ്ട്? എന്നാ തഥാ ബധ്യതേ വിദ്വാം തത്ര. അതെല്ലാം ഗുണങ്ങൾ അതില്ലേ, പ്രകൃതി ഇതില്ലേ, ഗുണങ്ങളെ ആശ്രയിച്ചുകൊണ്ട് അവിടെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും? അതൊന്നും താനല്ല ചെയ്യണമെന്നുള്ള ഭാവത്തിലിരിക്കും. ഏതുമാതിരി പ്രകൃതി സ്തോപ്യ അസംസക്തോ. പ്രകൃതിയിൽ ഇരിക്കുകയാണെങ്കിൽ കൂടിയിട്ട് പ്രകൃതിയുടെ വിഷയങ്ങളിലെ ഒട്ടിലും സക്തനല്ലാണ്ട് അല്ലെങ്കിൽ അഭിമാനരഹിതനായിട്ട് അങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഏതുമാതിരി ഖം സവിത അനില യഥാ. ആകാശം, അതുമാതിരി സൂര്യൻ, അതുമാതിരി കാറ്റ്, ഇതൊക്കെ എങ്ങനെയെന്നുള്ള മാതിരി. ഇതിപ്പോൾ നമ്മൾ ഈ മൂന്നിൻ്റെ അതൊന്നും ആത്മാവിനെ എങ്ങനെ കാണുക എന്നുള്ളത് ആ അവധൂത ബ്രാഹ്മണൻ യദു മഹാരാജാവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആകാശം പോലെ എല്ലാറ്റിലും നിൽക്കും, എന്നാലോ ഒന്നിനോടും ബന്ധമില്ലാണ്ട് കഴിയുമെന്ന് പറഞ്ഞു. അതേമാതിരി തന്നെ സൂര്യൻ സാക്ഷിയായിട്ട് നിൽക്കും. സൂര്യൻ്റെ അതുകൊണ്ട് ചൂടുകൊണ്ട് ഭൂമിയിൽ നിന്ന് വെള്ളം തിളച്ച് ആവിയായിട്ട് പോവും. അത് വീണ്ടും വർഷമായിട്ട് പറഞ്ഞിട്ട് വരും. ഇങ്ങനെ പ്രവൃത്തികളെല്ലാം നടക്കുന്നത് സൂര്യൻ്റെ ആ സാക്ഷിത്വം കൊണ്ടാണെന്നാലും സൂര്യന് ഇതിലൊന്നും ബന്ധമില്ല എന്നുള്ള മാതിരി ഏത് സൂര്യൻ കഴിയണു. അതുമാതിരി ആകാശം എങ്ങനെ എല്ലാവരിലും നിറഞ്ഞു നിൽക്കണമെങ്കിലും ഒന്നിനോടും ആ മേഘങ്ങളും ഒക്കെ പോയി കഴിഞ്ഞാലും ആകാശത്തിന് അതൊന്നും ബാധകമല്ല. അതുമാതിരി വായു ഇതേമാതിരി തന്നെ എല്ലാ ദിക്കിലും വായുണ്ട്. ചെറുതിലും വലുതിലും അകത്തും പുറത്തൊക്കെ വായുണ്ട്. എന്നാലോ ആ വായുവിന് ഒന്നിനോട് ഒട്ടലില്ല. അതായത് സുഗന്ധമായാലും ദുർഗന്ധമായാലും അതൊക്കെ അങ്ങനെ അങ്ങനെ കൊണ്ടുപോയി നടക്കുക. അതുമാതിരി ഈ മൂന്നുകളുടെ വസ്തുക്കളുടെ മാതിരി ഏതുമാതിരി ശരീരത്തിൻ്റെ ഇതായിട്ടുള്ള ഒരു പ്രവൃത്തികളിലും അതിനോട് ബന്ധമില്ലാണ്ട് ശക്തനല്ലാണ്ടിരിക്കുന്നോ അങ്ങനെയുള്ള ആളാണ്. അങ്ങനെ ഇരിക്കണമെന്ന് പറയുകയാണ് ഈ പ്രകൃതിസ്ഥ അസംസക്തോ യഥാകം സവിത. അങ്ങനെയുള്ള ആള് ഇതിൽ ഒരിക്കലും ബന്ധിക്കപ്പെടില്ല എന്ന് പറയുകയാണ്. വൈശാരദ്യക്ഷയാസംഗശിരയാ ഛിന്ന സംശയ പ്രതിബുദ്ധ ഇവ സ്വപ്നാൽ നാനാത്വാൽ വിനിവർത്തതേ. അങ്ങനെയുള്ള ആള് എന്ത് ചെയ്യും? അസംഗശിതയ. അതായത് ഈ അസംഗം എന്നുള്ളത് എല്ലാവരോടും വൈരാഗ്യം ഉള്ള ഭാവം കൊണ്ടുള്ള മൂർച്ച കൂടിയിട്ടുള്ള ആ സാമർഥ്യമുള്ളതായിട്ടുള്ള ആ നോട്ടം കൊണ്ട് എന്തുണ്ടാവും? സംശയങ്ങളെല്ലാം തീർന്നിട്ട് ഉറക്കത്തിൽ നിന്ന് ഒരാൾക്ക് പിന്നെ ആ ഉറക്കം എന്നുള്ളത് ഇതില്ലേ, ഉറക്കമാണ് തോന്നി സ്വപ്നമാണ് എന്ന് പറഞ്ഞ് അതിനുള്ള ഭാവം ഉണ്ടാവില്ലല്ലോ. അതുമാതിരി എല്ലാ നാനാഭാവ പ്രപഞ്ചത്തിൻ്റെ നാനാത്ത് എന്നുള്ളത് ഇതൊന്നുമില്ല, അതിലെല്ലാം ഇരിക്കുന്ന ആത്മാവ് മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഭാവത്തിൽ ഇന്ന് ഈ പ്രതിബുദ്ധൈവ സ്വപ്നാൽ നാനാത്വാൽ വിനിവർത്തതേ, അതിൽ നിന്ന് നിവർത്തിക്കുന്നു എന്ന് പറയാണ്. യസ്യുർവീതസങ്കൽപ്പ പ്രാണേന്ദ്രിയ മനോദിയം വൃത്തയ സവിനിർമുക്തോ ദേഹസ്ഥോ ഭീതൽ ഗുണൈ. അങ്ങനെയുള്ള യാതൊരുത്തൻ്റെ ഈ മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങള്, ബുദ്ധി, ഇതിൻ്റെ വ്യാപാരങ്ങളെല്ലാം ഇങ്ങനെ ഒരു സങ്കല്പവും ഇല്ലാത്തതായിട്ട് അങ്ങനെ ഭവിക്കണോ ആ വ്യക്തി, ആ ജീവൻ ദേഹത്തിലിരിക്കുന്നവൻ ദേഹസ്ഥ ദേഹത്തിൽ ഇരിക്കുന്നതാണെങ്കിൽ കൂടിയിട്ട് അതിൻ്റെ ഗുണങ്ങളാൽ മോചിക്കപ്പെട്ടിരിക്കുകയെന്ന് പറയുകയാണ്. അങ്ങനെ അതിൽ എന്ത് പ്രവൃത്തികളിരുന്നാലും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ട് നിന്ന് അകന്നിരുന്ന് കഴിഞ്ഞു വെച്ചാൽ ഇതുണ്ടല്ലോ, ഇത് ഞാനല്ല ഞാൻ ഭാവം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ബദ്ധനായി തീരില്ല. യസ്യാത്മാ ഹിംസ്യതേ ഹിംസ്രൈ യേന കിഞ്ചിൽ യദൃച്ഛയാ അർച്യദേവാ ക്വചിത്തത്ര വ്യതിക്രിയതേ ബുധാ. അങ്ങനെയുള്ള
ആൾക്ക് ശരീരബോധം എന്നുള്ളത് തീരെ ഇല്ലാണ്ടാവും. ചിലപ്പോൾ ഹിംസ്ര ജന്തുക്കൾ വന്നിട്ട് തൻ്റെ ശരീരത്തിനെ ആക്രമിക്കാം. അപ്പോഴും അയാൾക്കൊരു പരിഭ്രമമില്ല. എന്നാലോ വേറെ സ്ഥലത്ത് ചെന്നാലോ നല്ല പൂജയും ഇതിൽ എല്ലാ വേണ്ട രീതിയിൽ സ്വീകരിക്കപ്പെട്ടു എന്ന് വരാം. അവിടെയും ഇന്നില്ലേ അങ്ങനെയുള്ള ആ ഒരു ഭാവത്തിലെത്തി തീരുമറിയാണ്. ഈ എങ്ങനെയാണ് അറിവുള്ള ആൾ അങ്ങനെയുള്ള ഭാവത്തിൽ ഒന്നിലും വികാരം എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവില്ല രണ്ടവസ്ഥയിലും. അതായത് ചിലർക്ക് പൂജിക്കപ്പെടും, ചിലർക്ക് നിന്ദിക്കപ്പെടും. രണ്ടായാലും അയാൾക്ക് വ്യത്യാസം ഉണ്ടാവില്ല. ന സ്തുവീത ന നിന്ദേത കുർവത സാധുവാ വദതോ ഗുണദോഷഭ്യം വർജിത സമദൃങ്മുനി. അതുമാതിരി മറ്റുള്ളവരുടെ നല്ലത് കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചീത്ത കാര്യങ്ങൾ അത് കാണുമ്പോൾ, നല്ലത് കാണുമ്പോൾ അതിനെ അനുമോദിക്കുകയും ചീത്ത കാണുമ്പോൾ അതിനെ നിന്ദിക്കുകയും ഒന്നും ചെയ്യില്ല. എല്ലാ ഗുണങ്ങളിലും ദോഷങ്ങളിലും എല്ലാം വർജിച്ചിട്ട് വേറിട്ടവനായിട്ട് എല്ലാറ്റിനെയും ഒരേ ഭാവത്തിൽ കാണാൻ കഴിയും. അങ്ങനെയുള്ള ആളാണ് യഥാർത്ഥത്തിലെ മുനി, ജ്ഞാനിയായിട്ട് തീരാം. കുര്യാൽ നവതേൽ കിഞ്ചിൽ നധ്യായേൽ സാധ്വസാധുവാ ആത്മാരാമോനയാ വൃത്യാ വിചരേൽ ജഡവൻ മുനി. അങ്ങനെ ആ ഒരു മൗനി എപ്പോഴും മനനം ചെയ്യുന്ന ആള് എന്ത് ചെയ്യും? ആത്മാവിന് മാത്രം സന്തോഷിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും. എന്നിട്ടോ ഒന്നും കാര്യമായിട്ട് ആരോടൊന്നും സംസാരിക്കില്ല. ഒന്നധ്യായയിൽ നല്ലതോ ചീത്തയോ എന്നുള്ള രീതിയിൽ ഒരു കാര്യങ്ങളും ചിന്തിക്കില്ല. എപ്പോഴും ആത്മാവിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ആത്മാവിൽ തന്നെ ആനന്ദം കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കും. അവര് പുറത്ത് കാണുന്ന ആൾക്കാർക്ക് എങ്ങനെ തോന്നും? വൃത്യ വിചരയിൽ ജഡവൻ, മറ്റുള്ളവർക്ക് ഒരു ജഡനാണ്, ഇതിൽ മന്ദനാണ് തോന്നും. അതുമാതിരി അങ്ങനെ ഭാവിച്ചുകൊണ്ട് അങ്ങനെ ഉള്ളിലും ആ ആനന്ദത്തിലൂടെ അങ്ങനെ കഴിയാൻ പറ്റുമെന്ന് പറയാണ്. ശബ്ദബ്രഹ്മണി നിഷ്ണാദോ ന നിഷ്ണായൽപരേയതി ശ്രമസ്തസ്യ ശ്രമബലോ ഹ്യധേനുമിവ രക്ഷത. ഇങ്ങനെയുള്ള ഒരു ഭാവത്തിലെത്താണ്ട് വെറുതെ ശബ്ദബ്രഹ്മണി നിഷ്ണ, വേദങ്ങളൊക്കെ ധാരാളം പഠിച്ച് പണ്ഡിതനായി കഴിഞ്ഞാലും ന നിഷ്ണായാൽ പരേ, ഈ പരമമായിട്ടുള്ള ആത്മാവിൻ്റെ തത്വം എന്താണെന്ന് മറഞ്ഞില്ല എന്നുണ്ട്, മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിലോ ശ്രമസ്തസ്യ ശ്രമഫലോ ഹ്യധേനുമിവ രക്ഷത. അങ്ങനെയുള്ള ഈ പണ്ഡിതന്റെ പരിശ്രമം ഉണ്ടല്ലോ അത് വിഫലാണെന്ന് പറയുകയാണ്. ഏതുമാതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറവില്ലാത്ത പശുവിനെ പോറ്റണ മാതിരിയുള്ളെന്ന് പറയുകയാണ്. അതായത് അതുകൊണ്ട് ഒരു ഫലവും കിട്ടില്ല. കറവില്ലാത്ത പശുവിനെ പോറ്റിട്ട് എന്താ പാല് കിട്ടില്ലല്ലോ. അതുമാതിരിയല്ലോ ഈ വെറുതെ വൃഥായ അതില്ലേ, പാണ്ഡിത്യം കൊണ്ട് യാതൊരു കാര്യമില്ല. പരമാത്മതത്വം അറിയാനാണ് പരിശ്രമിക്കേണ്ടത്. ഗാം ദുഗ്ധദോഹം അസതിം ച ഭാര്യം ദേഹം പരാധീനമസൽപ്രജാം ച വിത്തം ത്വതീർത്ഥീകൃതമംഗവാചം ഹീനം മയാ രക്ഷതി ദുഃഖ ദുഃഖീ. എങ്ങനെയാണ്, എന്തൊക്കെയാണ് നമ്മൾ സന്തോഷിപ്പിക്കാത്ത, എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ സന്തോഷിപ്പിക്കുക എന്നാണ് പറയുന്നത്. ഗാം ദുഗ്ധദോഹം, ഉദ്ധവ, അംഗ എന്ന് വിളിക്കേണ്ട ഉദ്ധവ, നോക്കൂ, പാല് കറന്നു കഴിഞ്ഞിട്ടുണ്ടല്ലേ കറവ് പറ്റിയിട്ടുള്ള പശു. അതുമാതിരി അസതീം ച ഭാര്യം, പാതിവ്രതമില്ലാത്ത പത്നി. അതുമാതിരി ദേഹം പരാധീനമായിട്ട് തിരിക്കുന്ന തൻ്റെ ശരീരം. അസൽ പ്രജാം, തനിക്ക് ഒരു ഗുണം ചെയ്യാത്തായിട്ടുള്ള ദുഷ്ടന്മാരായ ഗുണമില്ലാത്തായിട്ടുള്ള സന്തതികൾ. വിത്തം ത്വതീർത്ഥീകൃത അതീർത്ഥീകൃതം, അതായത് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? സൽപാത്രത്തിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സമ്പത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാണ് തീർത്ഥീകൃതമായിട്ടുള്ള സമ്പത്ത്. അപ്പോൾ അതീർത്ഥീകൃത സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ട, നല്ല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുന്ന സമ്പത്ത്. പിന്നെ ഹീനമ്മയ രക്ഷതി ദുഃഖ ദുഃഖി, വാചം വാചം ഹീനമ്മയ രക്ഷതി ദുഃഖ ദുഃഖി. അതുമാതിരി എന്നെ ഈശ്വരൻ്റെ ഗുണവർണ്ണനയില്ലാത്ത വാക്കുകൾ, ഇതൊന്നും ഇതിനൊക്കെയാണ് ആര് രക്ഷിച്ചുകൊണ്ടിരിക്കണതോ അവനുണ്ടല്ലോ വീണ്ടും ദുഃഖത്തിന് ശേഷം വീണ്ടും ദുഃഖമായിട്ട് അങ്ങനെ വീണ്ടും വീണ്ടും അതപ്പതിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യൂ. യസ്യാം നമേ പാവനം അംഗകർമ്മ തിത്യുത്ഭവ പ്രാണനിരോധമസ്യ ലീലാവതാരക്ഷിത ജന്മവാസ്യൽ വന്ധ്യാങ്കിരം തം ധീര. ഹേ അംഗ, വീണ്ടും ഉദ്ധവനോട് തന്നെ പറയാണ്, ഏതൊന്നിലെ ഈ ലോകത്തിൻ്റെ സ്ഥിത്യുത്ഭവ പ്രാണനിരോധമസ്യ, ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ്, അതുമാതിരി സൃഷ്ടി, അതുമാതിരി ലയം, ഇതിൻ്റെയൊക്കെ സ്ഥാനമായിട്ടുള്ള പാവനം പരിശുദ്ധമായിട്ടുള്ള എൻ്റെ പ്രവൃത്തികൾ, അതുമാതിരി ഓരോ ജന്മങ്ങളിൽ ഓരോ അവതാരങ്ങളിൽ ഞാൻ എടുത്തിട്ടുള്ള പല ലീലകൾ, ഇതൊക്കെ ഞാൻ സ്വീകരിച്ചുള്ള അതിനെ സ്തുതിക്കുന്നതിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള അവതാര കഥകൾ, അതില്ലാന്നുണ്ടെങ്കിലോ ആ അഫലമായിട്ടുള്ള ആ വാക്കുണ്ടല്ലോ, ആ വന്ധ്യാം ഗിരാം എന്ന് പറയണം. അതായത് എപ്പോഴും വാക്ക് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? എൻ്റെ സൽക്കഥകൾ പറയാൻ വേണ്ടി അപ്പോൾ എൻ്റെ കഥകൾ പറയാൻ വേണ്ടിയിട്ടും എൻ്റെ ഗുണങ്ങളെ കീർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടും ആയിരിക്കണം എന്ന് പറയുകയാണ്. അല്ലാന്നുണ്ടെങ്കിലോ അതിന് അത്തരം വാക്കുകളെ
താം വിപ്രിയൽ ധീര, അങ്ങനെയുള്ള വാക്കുകളെ ധീരന്മാരായിട്ടുള്ള ബുദ്ധി ധിഷണ ഉറച്ചിട്ടുള്ള ആൾക്കാരുള്ള ഭക്തിയോട് കൂടിയിട്ടുള്ള ധിഷണ ഉറച്ചിട്ടുള്ള ആൾക്കാർ ഒരിക്കലും അത്തരം വാക്കുകളെ പറയാറില്ല എന്ന് പറയുകയാണ്. ഏവം ജിജ്ഞാസയാ ബോഹ്യ നാനാത്വഭ്രമമാത്മനി ഉപാരമേത വിരജം മനോമയ്യപ്യസർവകേ. അങ്ങനെ മെല്ലെ മെല്ലെ ഈ ജിജ്ഞാസ എന്താണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം എന്ന് അറിയാനുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ഈ നാനാത്വഭ്രമം, ഈ പ്രപഞ്ചത്തിന്റെ നാനാത്വം ഉണ്ടല്ലോ, ഇത് പലതായിട്ടുള്ളത്, ആ ഭ്രമം അങ്ങോട്ട് തീരെ ഇല്ലാണ്ടായിട്ട് എപ്പോൾ താൻ ആത്മനി ഉപാരമേത, ആ മനസ്സിൽ താൻ ആത്മാവിലാണ് പരമസുഖം എന്നുള്ള ആ ഭാവത്തിൽ എത്തിച്ചേരുന്നു. അങ്ങനെ വിരജം, അങ്ങനെ അതായത് രജോ ഗുണം തീരെ ഇല്ലാണ്ടായിട്ട് പോയി. രജോ ഗുണം കൊണ്ടാണ് നമുക്ക് ഈ പരിഭ്രമം പുറത്തേക്ക് പോകാനുള്ള ഇത് വരിക. അതില്ലാണ്ടായി തീരുന്ന വിരജം എന്ന് പറഞ്ഞാൽ പൂർണ്ണ സത്വഭാവത്തിലെടുത്തു കഴിഞ്ഞാൽ മനോമയ്യർപ്യ സർവകേ, അങ്ങനെ ആ മനസ്സിനെ എപ്പോഴും എല്ലാ സർവകെ എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്ന എന്നിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇതെല്ലാം ഉപരതി വരുത്തണം എന്നാണ് ഉദ്ധവനോട് ഭഗവാൻ പറയണത്. ഈ ഭാഗവതം എന്ന് പറയുന്നത് പ്രായേണ നിവൃത്തിമാർഗ്ഗമാണ്. ഗീതയിൽ എങ്ങനെയാ വെച്ചാൽ യുദ്ധസ്ഥലത്ത് അർജുനനെ പ്രവൃത്തി മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി കർമ്മയുക്തനാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഉപദേശം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മെല്ലെ മെല്ലെ ഈ പ്രപഞ്ചമെല്ലാം മായയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള നിവൃത്തി മാർഗത്തിലായിരിക്കും ഈ ഭഗവാന്റെ ഉപദേശങ്ങൾ അധികവും ഈ ഏകാദശത്തിൽ. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് ഇപ്പോൾ പറഞ്ഞില്ലേ, എന്താ ആദ്യം ചെയ്യേണ്ടത്? പരമാർത്ഥം ആത്മാവായിട്ടുള്ള ആത്മാവിൽ തന്നെ സ്വയം ലയിപ്പിക്കുക, അതാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് വിരജം, എല്ലാ ഗുണങ്ങളെയൊക്കെ ജയിച്ച് സത്വഗുണത്തിൽ മാത്രമായിട്ട് എത്തിച്ചേരുകയാണ് വേണ്ടത് പറയണം. ഇനി അപ്പോൾ ഭഗവാൻ പറയുകയാണ് ഉദ്ധവനോട്, യജ്ഞനീശോധാരയിതും മനോബ്രഹ്മണി നിശ്ചലം മൈ സത്വാണി കർമാണി നിരപേക്ഷ സമാചര. അങ്ങനെ ഒറ്റയടിക്ക് അങ്ങോട്ട് മനസ്സിനെ എങ്ങനെ ഭഗവാൻ പരിപൂർണമായിട്ട് അർപ്പിക്കാനുള്ള ഒരു അവസ്ഥ എത്തില്ല. അനീച്ചോ അതിന് കഴിവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? സർവാണി കർമാണി നിരപേക്ഷ സമാചര, എല്ലാ പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതെങ്ങനെ? ഒന്ന് ഫലാപേക്ഷ കൂടാണ്ട്, ആ ഫലത്തിലുള്ള ആഗ്രഹം കൂടാണ്ട് പ്രവർത്തിക്കുക. അങ്ങനെ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷേ അതിൻ്റെ ഫലത്തിൽ ആഗ്രഹമില്ലാണ്ട് ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? ശ്രദ്ധാലുർമേ കഥാശൃണ്വൻ സുഭദ്രാ ലോകഭാവനി ഗായൻ അനുസ്മരൻ കർമ്മ ജന്മജാഭിനയൻ മുഹു. അങ്ങനെ പ്രവൃത്തികൾ ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം? മെല്ലെ മെല്ലെ മനസ്സിൽ ശുദ്ധി വരുമ്പോൾ ശ്രദ്ധ വരാൻ തുടങ്ങും. ആ ശ്രദ്ധ വരുന്ന സമയത്ത് എങ്ങനെ എന്ത് ചെയ്യണം? ലോകഭാവനി സുഭദ്രാം മേ കഥ, ലോകത്തിനെ മുഴുവൻ പരിശുദ്ധമാക്കുന്നതായിട്ടുള്ള സുഭദ്ര, മംഗളങ്ങളെ നൽകുന്നതായിട്ടുള്ള എൻ്റെ കഥകളെ അങ്ങനെ കേൾക്കുക. ചുണ്ണൻ ഗായൻ, അത് പാടുക, അതിങ്ങനെ സ്മരിക്കുക. പിന്നെയോ ജന്മകർമ്മ, എൻ്റെ ജന്മത്തെയും കർമ്മത്തെയും വീണ്ടും വീണ്ടും അങ്ങനെ അഭിനയിക്കുകയും ചെയ്യുന്നതിനായിരിക്കണം. എല്ലാ കർമ്മങ്ങളെ കൊണ്ടും ആ ഭഗവാന്റെ കീർത്തി ഇങ്ങനെ ചെയ്തുകൊണ്ട് ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ കഥകൾ പാടുക, ഭഗവാനെ സ്മരിക്കുക, അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴോ മദർത്ഥേ ധർമ്മകാമാർത്ഥൻ ആചരൻ മധവാശ്രയ ലഭതേ നിശ്ചലം ഭക്തിം മൈ ഉദ്ധവ സനാതനേ. ഇങ്ങനെ എല്ലാ പ്രവൃത്തികളും എനിക്കായിട്ട് ആയിക്കൊണ്ട് തിരിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് മതപാശ്രയ, എല്ലപ്പോഴും എന്നെ തന്നെ ആശ്രയിച്ചുകൊണ്ട് എന്നിൽ അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാവും ലഭതേ നിശ്ചലം ഭക്തിം. ആ സമയത്ത് എന്നിൽ അടിയുറച്ചതായിട്ടുള്ള ഒരിക്കലും ഇളക്കല്ലാത്തതായിട്ടുള്ള ആ ഭക്തി ഉണ്ടായിത്തീരും. ഉദ്ധവ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സനാതനായിട്ടുള്ള, അത് എന്താണ്? ഒരിക്കലും നാശമില്ലാത്തവനായിട്ടുള്ള എന്നിൽ, എന്നും ഉള്ളവനായിട്ടുള്ള എന്നിൽ ആ ഭക്തി ഉണ്ടായി തീരുന്ന പറയുകയാണ്. അങ്ങനെയുള്ള ഭക്തിക്ക് എവിടുന്നാ കിട്ടുക? സത്സംഗലബ്ധയാ ഭക്തിയാ മൈമാംയ ഉപാസിത സവൈമേ ദർശിതം സഭി അഞ്ജസാ വിന്ദതേ പദം. ഇങ്ങനെ പലർക്കും ഭക്തി കിട്ടിയിട്ട് എങ്ങനെ? ആ സത്തുക്കളായിട്ടുള്ള ചേർച്ച കൊണ്ട്, സത്സംഗലബ്ധയാ മൈ ഭക്തി, എന്നിലുള്ള ഭക്തി കൊണ്ട് യാതൊരുത്തൻ എന്നെ ഉപാസിക്കണോ ഭജിക്കണോ സദ്ധി ദർശിതം മേ പദം അഞ്ജസ വിന്ദത. അങ്ങനെ ആ സത്തുക്കളാൽ കാണിച്ചു തന്നിട്ടുള്ള എൻ്റെ പദം അവൻ വളരെ എളുപ്പത്തിൽ അഞ്ജസ, വളരെ എളുപ്പത്തിൽ ക്ഷണം കൊണ്ടെന്ന് പറയുകയാണ് എന്നെ പ്രാപിക്കാനും കഴിയും. സത്സംഗമാണ് ഏറ്റവും ഇതിന് പറ്റിയിട്ടുള്ള മാർഗം എന്നാണ് പറയണത്. അപ്പോൾ ഉദ്ധവൻ ചോദിക്കുകയാണ്, ഉദ്ധവ ഉവാച
സാധു തവോത്തമ ശ്ലോക മവ കീദൃഗ്വിധ പ്രഭോ ഭക്തിത്വല്യുപയുജ്യേത കീദൃശീ സദ്ഭിരാതൃത. ഹേ ഉത്തമ ശ്ലോക എന്നാണ് ഭഗവാനെ വിളിക്കുന്നത്. പ്രഭോ, അങ്ങയ്ക്ക് അഭിപ്രായമുള്ള ഈ സത്തുക്കള് സജ്ജനങ്ങളുടെ ഇതിലെ സജ്ജന സർഗം കൊണ്ടാണ് ഭക്തി ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഈ സത്തുക്കൾ അങ്ങ് ഉദ്ദേശിക്കുന്ന രീതിയിൽ അങ്ങയുടെ അഭിപ്രായത്തിൽ ഈ സത്തുക്കൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ കഴിയുക ചോദിക്കുക. അവരുടെ ലക്ഷണങ്ങൾ എന്താണെന്ന് ചോദിക്കുകയാണ്. സദ്ഭി ആതൃതാ ത്വയി ഉപയുജ്യേത ഭക്തി കീദൃശി. അങ്ങനെ അവർ ഉപദേശിക്കുന്ന രീതിയിലുള്ള ഭക്തി എങ്ങനെയാണ്, ഏത് തരത്തിലുള്ളതായിരിക്കണം എന്ന് പറഞ്ഞു തരാൻ പറയുകയാണ്. ഏതന്മേ പുരുഷാധ്യക്ഷ ലോകാധ്യക്ഷ ജഗൽപ്രഭോ പ്രണതായ അനുരക്തായ പ്രപന്നായ ച കഥ്യതാം. ഇതെനിക്ക് പറഞ്ഞു തരണം എന്ന് പറയുകയാണ്. എന്താണ് പുരുഷശ്രേഷ്ഠ, ലോകത്തിന്റെ മുഴുവൻ നേതാവായിട്ടുള്ള ഭഗവാനെ, ജഗത്തിന്റെ മുഴുവൻ പ്രഭുവായിട്ടുള്ള ഭഗവാനെ, ഞാൻ ആരാണ്? പ്രണതായ അനുരക്തായ പ്രപന്നായ, അതായത് അങ്ങയിലെ ഇതിൽ ശരണം പ്രാപിച്ചുകൊണ്ട് അങ്ങയെ നമസ്കരിച്ചുകൊണ്ട് ഇരിക്കുന്ന എന്നെ അങ്ങയെ തന്നെ സ്നേഹിച്ച് എപ്പോഴും പ്രേമത്തോടുകൂടി അങ്ങയെ തന്നെ സേവിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ഈ അത് പറഞ്ഞു തരണം എന്ന് പറയാണ്. ത്വം ബ്രഹ്മപരമം വ്യോമ പുരുഷ പ്രകൃതേ പര അവതീർണോസി ഭഗവാൻ സ്വേച്ഛോപാത്തമൃതം ബഭൂ. അങ്ങ് സാക്ഷാൽ പരം ബ്രഹ്മമാണ്. അതുമാതിരി അങ്ങനെ പിന്നെയോ ആകാശം പോലെ എല്ലാറ്റിൽ നിന്നും വേർവിട്ട് നിൽക്കുന്ന മാതിരി പരനിൽ പുരുഷനിൽ നിന്നും പ്രകൃതിയിൽ നിന്നൊക്കെ വേർവിട്ട് നിൽക്കുന്ന പരം ബ്രഹ്മാണ് അങ്ങ്. എന്നാലോ അവതീർണോസി ഭഗവൻ സ്വേച്ഛോപാത്തമൃതവു. എന്നാലോ അങ്ങ് ഈ ഭൂമിയിൽ അവതരിച്ചേണ്ട തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എടുത്തുള്ള ഈ ശരീരത്തോട് കൂടിയിട്ടാണ് അങ്ങ് ഇവിടെ അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങാണ് യഥാർത്ഥത്തിൽ തത്വം എന്താണെന്ന് പറഞ്ഞു തരാൻ യോഗ്യനായിട്ടുള്ള ആളത് എനിക്ക് പറഞ്ഞു തരണേ എന്ന് പറയണം. ശ്രീഭഗവാനുവാച കൃപാലു ആകൃതദ്രോഹ സ്ഥിതിക്ഷു സർവദേഹിനം സത്യസാരോ അനവദ്യാത്മാ സമ സർവോപകാരക. ആ സത്തുക്കളുടെ ലക്ഷണങ്ങൾക്ക് ഭഗവാൻ അവിടുന്ന് പറയാൻ തുടങ്ങുകയാണ്. കൃപാലു, എല്ലാവരിലും കാരുണ്യമുള്ള ആളായിരിക്കണം ഭഗവാൻ. അതിലെ സത്തുക്കള്. പിന്നെയോ ആകൃതദ്രോഹ, ആരോടും ദ്രോഹം മനസ്സുകൊണ്ടുകൂടി ചിന്തിക്കാത്ത ആളാണ്. തിദിക്ഷു, എങ്ങനെയാണ്? സർവദേഹിനാം, അതിൽ എല്ലാവരുടെ നേരെയും സഹനശീലനാണ്. ആര് എന്ത് ഉപദ്രവിക്കുക എന്ത് ചെയ്താലും സഹിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് സജ്ജനങ്ങളെ. സത്യസാര, എല്ലാറ്റിലും സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സ്വീകരിക്കൂ. പിന്നെയോ അനവധ്യാൽപ്പം, ഒരു ദോഷവും വലിയനും ആരിലും ദോഷം കാണൂല്ല. സമ സർവോപകാരക, എല്ലാവരിലും സമനാണ്. എല്ലാവർക്കും ഉപകാരം ആയുന്ന പ്രവൃത്തികൾ മാത്രമേ ചെയ്യുള്ളൂ. കാമൈരഹതധീർ ദാന്തോ മൃദു ശുചി അകിഞ്ചന അനീകോമിതഭുക്ഷാന്ത സ്ഥിരോ മത്സരണോ മുനി. കാമൈർ അഹതധീ, അതായത് ആഗ്രഹങ്ങളെ കൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിന്റെ ബുദ്ധി ഒരിക്കലും ഭ്രമിക്കപ്പെടില്ല എന്ന് പറയാണ്, ഹനിക്കപ്പെടില്ല. പിന്നെയോ ദാന്തനാണ്, ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ച ആളാണ്. മൃദുവായിട്ട് അതിലെ മനസ്സ് വളരെ മൃദുവായിട്ടുള്ള മനസ്സോട് കൂടിയിട്ടുള്ള ആളാണ്. ശുദ്ധനായിട്ടുള്ള മനസ്സോട് കൂടിയിട്ടുള്ളതാണ്. അകിഞ്ചനാണ്, ഒന്നും കയ്യിലില്ലാത്ത ആളാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൻ്റേതാണെന്ന് അഭിമാനിക്കുന്ന അഭിമാനം ഒന്നിനും ഇല്ലാത്ത ആളാണെന്ന് അർത്ഥം. അനീകോ, അതുമാതിരി തൻ്റേതായിട്ട് ഒരു ആഗ്രഹമില്ല, ഇന്നത് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹവും ഇല്ലാണ്ട്. മിതഭു, വളരെ അല്പം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് മനസ്സിനെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് സ്ഥിരനായിട്ട് ഇളക്കമില്ലാണ്ട് മത്സരണോ മിനി, എന്നെ തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്ന ആളാണ്. മനനശീലനായിട്ടുള്ള ആളാണ്. ആ സത്തുക്കളുടെ ഓരോരോ ഗുണങ്ങൾ ഇങ്ങനെ പറയുകയാണ് ഭഗവാൻ. അപ്രമത്തോ ഗഭീരാത്മാ ധൃതിമാൻ ജിത ഷഡ്ഗുണ അമാനി മാനദ കൽപ്പോ മൈത്ര കാരുണിക കവി. അപ്രമത്ത, പ്രമാദം ഒന്നിലും അതില് അമിതമായിട്ടുള്ള ബദ്ധപ്പാടോ ധൃതി ഒന്നുമില്ലാണ്ട് സാവധാനത്തിലെല്ലാം ചിന്തിക്കുന്ന ആളാണ്. അതാണ് അപ്രമത്തൻ. പിന്നെ ഗഭീരാത്മാ, മനസ്സ് നല്ല അഗാധമായിട്ടുള്ള മനസ്സോട് കൂടിയാണ്. അഗാധ ആശയം എന്നൊക്കെ പറയില്ലേ, അത് പിന്നെ ധൃതിമാൻ, ആ ബുദ്ധി നല്ല ധൈര്യം, ബുദ്ധി നല്ല ഉറച്ചിട്ടുള്ളതായുള്ള ധൃതിയുള്ള ഉറപ്പിച്ചുള്ള ആളാണ്. ജിത ഷൽഗുണ, 6 ഇന്ദ്രിയങ്ങളെയും ആ ഗുണങ്ങളെയും ജയിച്ചുള്ള ആളാണ്. അതായത് എന്താണ് ഈ 6 ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശപ്പ്, ദാഹം, ശോകം, മോഹം, ജര, മരണം, ഇതൊക്കെയാണ് 6 ധർമ്മങ്ങൾ. ഇതിനൊന്നും അദ്ദേഹത്തിനെ ഭ്രമിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ആളായിരിക്കണം. അതാണ് ജിതഷൽ ഗുണ അമാനി, ഒരിക്കലും താൻ കേമനാണെന്ന് ഭാവിക്കുന്നില്ല. അതേ സമയത്ത് മാനതൻ, മറ്റുള്ളവരെ ബഹുമാനിച്ചവർക്ക് മാനം കൊടുക്കുന്ന ആളാണ്. കൽപ്പ, എന്ന് പറഞ്ഞാൽ എല്ലാം
ചെയ്യുവാൻ സാമർഥ്യമുള്ള ആളാണ്. കൽപ്പ മൈത്ര, എല്ലാവരിലും മിത്രഭാവത്തിലിരിക്കുന്ന ആളാണ്, എല്ലാവരിലും കരുണ കാണിക്കുന്ന ആളാണ്, കവിയാണ്, നല്ല അതിൽ ക്രാന്തദർശിയായിട്ടുള്ള ആളാണെന്ന് പറയുന്നത്. എല്ലാം അറിഞ്ഞ് തത്വം മനസ്സിലാക്കാൻ കഴിവുള്ള അറിവുള്ള ആളാണ്, കവിയാണ്. ആജ്ഞാജൈവം ഗുണൻ ദോഷൻ മയാധിഷ്ഠാനഭിസ്വഹൻ ധർമ്മൻ സന്ധ്യജയ സർവൻ മാവജേത സസത്തമാ. ഗുണാൻ ദോഷാൻ മയാ ആദിഷ്ടാൻ സ്വകാൻ ധർമാൻ ആജ്ഞായ. ഗുണങ്ങളെയും ദോഷങ്ങളെയും ഞാൻ പറയപ്പെട്ടിട്ടുള്ള സ്വധർമ്മങ്ങളെയും അറിഞ്ഞിട്ടും സർവാൻ സന്ധ്യജ് ഉപേക്ഷിച്ചിട്ട് യ മാം ഭജതേ സ ഏവം സത്തമ, ഏറ്റവും ശ്രേഷ്ഠ എന്ന് പറയുകയാണ്. ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഉള്ള പലതരത്തിലുള്ള സ്വധർമ്മങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെയ്തോളും വിരോധമില്ല എന്നുള്ള നിലം ആ ഗുണങ്ങളും വേണ്ട ദോഷങ്ങളും വേണ്ട എല്ലാ ധർമ്മങ്ങളെയും വിട്ടിട്ട് സർവ്വധർമാൻ പരിത്യജ്യ എന്ന് പറയില്ലേ, മാമേകം ശരണം, തന്നെ എന്നെ തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഈ സത്തുക്കളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള സത്തമ എന്ന് പറയുകയാണ് ഭഗവാൻ. ജ്ഞാത്വാ അജ്ഞാത്വാ യോ വൈമം യാ എന്നാണ് എന്ന് പറഞ്ഞാൽ യോ എന്നാ പറയുക. അപ്പോൾ യാ എന്ന് പറഞ്ഞാൽ ഏകവചനാവാം, എന്ന് പറഞ്ഞാൽ ബഹുവചനം. ജ്ഞാത്വാ അജ്ഞാത്വാ യോ വൈമം യാവൻ യശ്ചാസ്മി യാദൃശ ഭജന്ത്യനന്യഭാവേന തേമേ ഭക്തതമാമതാ. ഞാൻ അതുമാതിരി യാവാൻ അഹം യാവാൻ, ഞാൻ എത്രമാത്രമുള്ളവൻ, ഏത് മാതിരി ഉള്ളവൻ, അതുമാതിരി ഏത് മാതിരി സ്വരൂപത്തോടുകൂടെ എന്ന് അറിഞ്ഞിട്ടോ അറിയാതെയോ അനന്യതെന്ന് എൻ്റെ പരിപൂർണ ഭാവം അറിഞ്ഞിട്ടോ അറിയാതെയൊക്കെ കൂടെ, എന്നാലും അന്യ ആശ്രമം വേറെ ആരും എനിക്കില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പിച്ചിട്ടുള്ള ആര് എന്നെ ഭജിക്കണു അവര് എൻ്റെ അത്യന്ത ഭക്തന്മാരാണ്. അതായത് വേറൊന്നും വേണ്ട, ഭഗവാൻ ആരായാലും എന്തായാലും വിധത്തിൽ എനിക്ക് ഭഗവാൻ മതി എന്നുള്ള ഭാവത്തിലുള്ള ജ്ഞാത്വ അജ്ഞാത്വാത യോ വൈ മാം യാവാൻ യച്ഛസ്മി യാദൃശ, ഏത് രൂപത്തിൽ എന്തായിക്കോട്ടെ എനിക്ക് എൻ്റെ ഭഗവാൻ മാത്രമേ എനിക്കുള്ളൂ എന്ന് ആ ഭാവത്തിലിരിക്കുന്ന ആളാണ് ഏറ്റവും എനിക്ക് ഭക്തതമനായിട്ടുള്ള ആള് എന്ന് പറയുകയാണ് ഭഗവാൻ. കഴിഞ്ഞ ശ്ലോകത്തിൽ ജ്ഞാത്വ അജ്ഞാത്വാത യേ വൈമാം തന്നെയാണ് കൂടുതൽ നല്ലത്. കാരണം തേ മേ ഭക്തതമാം അതാന്ന് രണ്ടാമത്തെ ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആര് എന്നെ ഇതിൽ എന്തായാലും ഭജിക്കണു അവർ തേ മേ ഭക്തതമാ, അവർ ഏറ്റവും ശ്രേഷ്ഠന്മാരാണെന്ന് എൻ്റെ അഭിപ്രായം എന്നാണ് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് നല്ലത്. മല്ലിംഗമൽഭക്തജന ദർശനസ്പർശനാർച്ചനം പരിചര്യാസ്തുതി പ്രഹ്വ ഗുണകർമാനുകീർത്തനം മൽക്കഥാശ്രവണേ ശ്രദ്ധ മദനുദ്യാനമുദ്ധവ സർവലാഭോപഹരണം ദാസ്യേന ആത്മനിവേദനം മജ്ജന്മകർമ്മകഥനം മമ പർവാനുമോദനം ഗീതതാണ്ഡവവാദിത്ര ഗോഷ്ഠീഭിർ മൽഗൃഹോത്സവ. ഇങ്ങനെ ആ ഭക്തന്മാരെ പിന്നെ എങ്ങനെയാണ് പൂജിക്കണമെന്ന് പറഞ്ഞാൽ അതില്ലേ ആദ്യം പറഞ്ഞ ലക്ഷണം പറഞ്ഞല്ലോ, അവരുടെ ഓരോ പ്രവൃത്തികൾ എങ്ങനെയെന്നാണ് പറയണത്. ഭക്തജന ദർശന സ്പർശനാർച്ചനം, എന്താണ് എൻ്റെ പ്രതിമകളെയൊക്കെ എന്നെ പ്രതിമകളിലും അതുമാതിരി എന്നെ ഭജിക്കുന്നവരെയൊക്കെ കാണുക, സ്പർശിക്കുക, പൂജിക്കുക, ശുശ്രൂഷിക്കുക, സ്തുതിക്കുക, വണങ്ങുക, ഇങ്ങനെയുള്ള എൻ്റെ ഗുണകർമ്മങ്ങളൊക്കെ കീർത്തിക്കുക. പിന്നെയോ കഥാശ്രവണേ ശ്രദ്ധ, എൻ്റെ കഥകളിങ്ങനെ കേൾക്കണമായിരിക്കണം എപ്പോഴും ശ്രദ്ധ. മദനുധ്യാനമുദ്ധവ, എപ്പോഴും എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കാനായിരിക്കണം ശ്രദ്ധ. പിന്നെയോ സർവലാഭോപഹരണം ദാസ്യേന ആത്മനിവേദനം, കിട്ടുന്നതൊക്കെ എനിക്കായിട്ട് ദാസ്യഭാവത്തിൽ ഞാൻ അങ്ങ് ഭഗവാന്റെ ദാസനാണെന്നുള്ള ഭാവത്തോടു കൂടി എന്താ കിട്ടിയെന്ന് വെച്ചാൽ അതെല്ലാം ഒപ്പം തന്നെയും എനിക്ക് സമർപ്പിക്കുക. പിന്നെയോ ഞാൻ ചെയ്തുള്ള ജന്മങ്ങളി കർമ്മങ്ങളി എൻ്റെ അവതാര കഥകളൊക്കെ ഇങ്ങനെ പാടി പൊളിച്ചുകൊണ്ട് കീർത്തിച്ചുകൊണ്ട് നടക്കുക. പിന്നെയോ മമ പർവാനുമോദനം, എൻ്റെ പിറന്നാൾ അതുമാതിരിയുള്ള ജന്മാഷ്ടമികൾ ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണ്ട രീതിയിൽ ഉത്സവ രൂപത്തിലാണ് കൊണ്ടാടുക. പിന്നെയോ ഗീത താണ്ഡവവാദിത്ര, അതുമാതിരി ഈ ഉത്സവങ്ങളൊക്കെ സമയത്ത് നല്ല ആനന്ദത്തോടു കൂടി പാട്ട് കളി വാദ്യകോളം അതുമാതിരി നല്ല ഇതിൽ വിദ്വാൻമാരെയൊക്കെ സഭയിൽ സമ്മേളിച്ച് കഥകളൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടും അങ്ങനെയൊക്കെയുള്ള ഉത്സവങ്ങൾ ഗെയിമായിട്ട് നടത്തുക. യാത്രാബലിധാനം ച സർവവാർഷികവർവസു വൈദികീ താന്ത്രികീ ദീക്ഷ മദീയം വ്രതധാരണം, അങ്ങനെ
എൻ്റെ പ്രതിമയെ ഉദ്ദേശിച്ചുകൊണ്ട് ആ വേദത്തിൽ പറഞ്ഞുള്ളതും തന്ത്രത്തിലും പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള പല രീതിയിലുള്ള പൂജകളൊക്കെ ചെയ്യുക. അത് അങ്ങനെ ആ പൂജകൾ ചെയ്തിട്ട് സാധാരണമായിട്ടുള്ള ആൾക്കാർക്ക് ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യണത്. പിന്നെയോ പുഷ്പാദികളൊക്കെ എനിക്ക് വേണ്ടി അർപ്പിക്കുക. എല്ലാ കൊല്ലം തോറും വന്ന ഏകാദശി, വാവ് മുതലായുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ ഉണ്ടല്ലോ കേമായിട്ടുള്ള ഉത്സവങ്ങൾ നടത്തുക. ഇങ്ങനെയുള്ള പല രീതിയിലെ ഏകാദശി ആദി വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുക. ഇങ്ങനെ ഓരോരോ ഇതൊക്കെ നിവൃത്തി മാർഗത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. മമ അർച്ചാസ്ഥാപനേ ശ്രദ്ധ സ്വത സംഹത്യോദ്യമ ഉദ്യാനോപവനാ ക്രീഡ പുരമന്ദിരകർമ്മണി. എൻ്റെ അർച്ചാസ്ഥാപനെ പൂജ ഉറപ്പിക്കുന്നതിൽ താല്പര്യം. അതുമാതിരി സ്വത സംഹത്യജ തന്നെത്താൻ മണിച്ചാൽ ചെയ്യാൻ വിഗ്രഹങ്ങൾ വെച്ച് പൂജിക്കുക, ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുക. അല്ലെങ്കിൽ കുറച്ച് പേരെ കൂടി ചേർന്നിട്ട് വലിയ ക്ഷേത്രങ്ങൾ, പുരമന്ദിര, ഒപ്പം തന്നെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഉദ്യാനോ ഉപവന പുരം മന്ദിര കർമ്മണി, പൂങ്കാവ്, കായികണിത്തോട്ടം, അതുമാതിരി കളിക്കാനുള്ള സ്ഥാനങ്ങൾ, താമസിക്കാനുള്ള സ്ഥലങ്ങൾ, സത്രം, ഇതൊക്കെ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ ഉത്സാഹം. അതാണ് ആദ്യത്തത് ഇഷ്ടം. മറ്റത് പൂർത്തം. എല്ലാവർക്കും നന്മ ചെയ്യുന്ന ഇതിൽ ഇറക്കത്താണി പണി, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ ലോകത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവൃത്തികൾ. അതുമൊക്കെ അങ്ങനെ ധാരാളം ചെയ്തുകൊണ്ടിരിക്കുക. ഒക്കെ ഇങ്ങനെ ഈശ്വരാർപ്പണമായിട്ടുള്ള ഭാവത്തോടുകൂടി വേണം ചെയ്യാൻ മാത്രമേ ഉള്ളൂ. സമ്മാർജനോപലേഭാഭ്യം സേകമണ്ഡലവർത്തനേ ഗൃഹശുശ്രൂഷണം മഹ്യം ദാസവല്യമായയാ. അങ്ങനെ അതുമാതിരി ക്ഷേത്രങ്ങളൊക്കെ ചെന്ന് വൃത്തിയാക്കി അടിച്ചു വാരി തുടയ്ക്കുക, അതുമാതിരി തളിക്കുക, കോലം ഇടുക, അങ്ങനത്തെ പ്രവൃത്തികളൊക്കെ ചെയ്യുക. ക്ഷേത്രമൊക്കെ വളരെ വൃത്തിയായിട്ട് ഒട്ടും കാവട്ടില്ലാണ്ട് എല്ലാം എനിക്കായിക്കൊണ്ട് ഒരു ദാസൻ യജമാനന് ചെയ്യുന്ന മാതിരി പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് എൻ്റെ ക്ഷേത്രങ്ങളെയൊക്കെ പരിചരിക്കുക. അതേ ഒപ്പം തന്നെ അമാനിത്വം അദംഭിത്വം കൃതസ്യാപരികീർത്തനം അഭിദീപാവലോകം മേ നോപയുഞ്ജൽ നിവേദിതം. ഈ ചെയ്യുന്ന പ്രവൃത്തികളിലൊന്നും താൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു അഭിമാനം ഭാവം ഒട്ടും ഉണ്ടാവില്ല. പിന്നെയോ താൻ കേമനാണെന്നുള്ള കാപട്യം ഉണ്ടല്ലോ, അതുണ്ടാവില്ല. ചെയ്തതിനെക്കുറിച്ച് ഒട്ടും കേമത്വം ശ്ലാഘിക്കാതിരിക്കുക. എല്ലാം എനിക്ക് നിവേദിച്ചതായിട്ടുള്ള ആ ദീപത്തിൻ്റെ നോട്ടവും കൂടി ഉപയോഗിക്കുന്നതെന്ന് പറയുകയാണ്. അതായത് വെച്ചാൽ എല്ലാം ഈശ്വരനായിട്ട് അർപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നിലും പിന്നെ തൻ്റേതായിട്ടുള്ള ഭാവം ഇല്ലാണ്ട് ഇരിക്കണം എന്ന് പറയുകയാണ്. മമ എന്നതിൽ ഇതിൽ ദാനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് എൻ്റെ ഇല്ല എന്നുള്ള ഭാവത്തിലല്ലേ എല്ലാം ഈശ്വരാർപ്പണമായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. യജ്ഞൽ ഇഷ്ടതമം ലോകേ യച്ചാതിപ്രിയമാത്മന തത്തന്നിവേദയേൻ മഹ്യം തദാനന്ദ്യായ കൽപ്പതേ. ഈ ഒരു കാര്യം ഉദ്ധവ ശ്രദ്ധിച്ചോളൂ. എന്താണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള കാര്യം? യദ്യത് ഇഷ്ടതമം ലോകേ യച്ചാതി. നമുക്ക് ആത്മാവിന് ഏറ്റവും പ്രിയമായിട്ടുള്ള വസ്തു അതെന്താണ്? എന്തായാലും തത്തന്നിവേദയേൻ മഹ്യം, അത് എനിക്കായിട്ട് സമർപ്പിക്കാം. നമുക്ക് ഭഗവാൻ കൊടുക്കുന്നത് എന്തായിരിക്കണം? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്തു കണ്ടുകൊണ്ടല്ല വഴിപാടായിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല. നമുക്ക് എന്താണ് വളരെയധികം നമുക്ക് ഇഷ്ടപ്പെട്ട് പ്രിയമായിട്ടുള്ളത് അത് ഭഗവാനായിട്ട് സമർപ്പിക്കുക. തത്തന്നിവേദയേൻ മഹ്യം തത് അനന്ത്യായ കൽപ്പതേ. അതുകൊണ്ട് എന്താ ഉണ്ടാവുക? അനന്തഫലം അതുകൊണ്ടുണ്ടായിത്തീരുന്ന് പറയുകയാണ് ഭഗവാൻ. സൂര്യോഗ്നി ബ്രാഹ്മണോ ഗാവോ വൈഷ്ണവ ഖം മരുജ്ജലം ഭൂരാത്മാ സർവഭൂതാനി ഭദ്രപൂജാപദാനി മേ. എന്നെ പൂജിക്കണ വെച്ചാൽ എന്തൊക്കെ മാർഗങ്ങളുണ്ടെന്ന് ചോദിക്കുകയാണ്. സൂര്യനിൽ പൂജിക്കാം, അഗ്നിയിൽ, ബ്രാഹ്മണനിൽ, പശുക്കളിൽ, നല്ല ബ്രാഹ്മണ ഭക്തന്മാരായിട്ടുള്ള വൈഷ്ണവന്മാരിൽ, ആകാശത്തിൽ, കാറ്റിൽ, ജലത്തിൽ, ഭൂമിയിൽ, ആത്മാവിൽ, എല്ലാ ഭൂതങ്ങളും എൻ്റെ ഉത്കൃഷ്ട ഇതിലൊക്കെ എന്നെ വെച്ച് പൂജിക്കാമെന്ന് പറയുകയാണ്. അതുകൊണ്ട് ഹേ ഭദ്ര മുഖു പൂജാപദാനി, ഇതൊക്കെ ഭഗവാനെ പൂജിക്കേണ്ട സ്ഥലങ്ങളാണെന്ന് മനസ്സിലാക്കിക്കോളൂ എന്ന് പറയുകയാണ് ഉദ്ധവനോട്. സൂര്യേതു വിദ്യയാത്രയ്യാ അവിഷഗ്നൗ യജേതമാം ആദിത്യേന തു വിപ്രഗൃഹേ ഗോഷ്വംഗ യവസാദിന. ഇനി ഓരോന്നിനെ ഏതേത് രീതിയിലപ്പോൾ പറഞ്ഞില്ലേ, ഏതൊക്കെ രീതിയിൽ എന്നെ പൂജിക്കാമെന്ന് പറഞ്ഞു. അതായത് സൂര്യേതു വിദ്യയാത്രയ്യ, സൂര്യനിലെ എങ്ങനെയാണ് എന്നെ പൂജിക്കേണ്ടത്? വിദ്യയാത്രയ്യ, വേദങ്ങളെ മന്ത്രങ്ങളെ കൊണ്ടാണ് എന്നെ പൂജിക്കേണ്ടത്. അതായത് സൂര്യനെ നോക്കിയിട്ട് തൊഴുതുകൊണ്ട് ഗായത്രി മന്ത്രങ്ങളും ഒക്കെ സൂക്തങ്ങളൊക്കെ ജപിക്കുക, അതന്നെയാണ് സൂര്യനുള്ള പൂജ. പിന്നെയോ അഗ്നിയിൽ എന്താ ചെയ്യേണ്ടത്? ഹവിസ് കൊണ്ട് നേദിച്ചുകൊണ്ട് അതാണ് അഗ്നിയിൽ യജിക്കുക, അതാണ് അഗ്നിയിൽ ചെയ്യുന്ന പൂജ. ആദിത്യേന വിപ്രാഗ്രേ, ബ്രാഹ്മണനെ വേണ്ട രീതിയിൽ ഗൃഹത്തിൽ സ്വീകരിച്ചു കൊണ്ടിരുന്ന് അതിഥിയായിട്ട് കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ പൂജിപ്പിക്കുക, അതാണ് ബ്രാഹ്മണനെ പൂജിക്കേണ്ട രീതി. പശുക്കൾക്ക് എന്താ ചെയ്യേണ്ടത്? ഗോഷ്വങ്കയവസാധന,
പശുവിന് നല്ല പുല്ലും വെള്ളമൊക്കെ കൊടുക്കുക, അതിൽ ആ ഒക്കെ ഭഗവാനാണെന്നുള്ള ഭാവത്തിൽ പശുവിനെ പൂജിക്കുക. പിന്നെയോ വൈഷ്ണവേ ബന്ധുസൽകൃത്യ ഹൃദിഖേ ധ്യാനനിഷ്ഠയാ വായൗ മുഖ്യതിയാ തോയേ ദ്രവ്യൈ സ്തോയ പുരസ്കൃതൈ. വിഷ്ണുഭക്തന്മാരായിട്ടുള്ള ആൾക്കാരെങ്ങനെയാണ് അവരെ വൈഷ്ണവന്മാരെല്ലാവരും ഗൃഹത്തിൽ വിളിച്ച് സൽക്കാരം ചെയ്യുക. അങ്ങനെ അതുമാതിരിയോ ആ ഹൃദയാകാശത്തിൽ, അതണക്കം ആകാശത്തെ എണീച്ചെൻ്റെ ഹൃദയത്തിലുള്ള ആകാശത്തിൽ ആ ധ്യാനം കൊണ്ട് ഭഗവാന്റെ രൂപം ചിന്തിക്കുക. അങ്ങനെയാണ് ആകാശത്തിൽ ഭഗവാനെ കാണുക. വായവും മുഖ്യതിയ, തൻ്റെ ശരീരത്തിലെ മുഖ്യ പ്രാണൻ ഭഗവാൻ തന്നെയാണെന്നുള്ള ഭാവം, മുഖ്യതിയ ആ ബുദ്ധി കൊണ്ട് ആ വായുവിൽ അതുമാതിരി തോയ പുരസ് ജലത്തോട് ചേർത്തിയതില്ലേ, ആ ജലത്തിൽ എന്താ ചെയ്യേണ്ടത്? കയ്യിൽ നിന്ന് ജലം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ പുഷ്പമോ എന്തെങ്കിലും കൈ ചേർത്തുകൊണ്ട് അപ്പോൾ ജലത്തിൽ അങ്ങനെ പൂജിക്കാൻ കഴിയും. പിന്നെയോ സ്തണ്ടിലേ മന്ത്രഹൃദയൈർ ഭോഗൈരാത്മാനമാത്മനി ക്ഷേത്രജ്ഞം സർവഭൂതേഷു സമത്വേന യജേതമം. സ്തണ്ടിലേ എന്ന് പറഞ്ഞാൽ നിലത്ത് എന്താണ് മന്ത്രഹൃദയൈ, നിലത്ത് എന്താ ചെയ്യുക? ചില രഹസ്യ മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള ചില അതിൽ ചക്രങ്ങളൊക്കെ വരച്ചിട്ട് പത്മമിട്ടൊക്കെ പൂജിക്കില്ലേ, അതാണ് പറഞ്ഞത്. സ്തണ്ടിലേ മന്ത്രഹൃദയൈ ആത്മനി ആത്മാനം പിന്നെയോ ആത്മാവിൽ എന്താ ചെയ്യേണ്ടത്? ശാസ്ത്രവിഹിതമായിട്ടുള്ള സുഖ അനുഭവങ്ങളെ കൊണ്ട് മനസ്സിനെ സന്തോഷിപ്പിക്കുക. അതന്നെയാണ് ആത്മപൂജ. സകല പ്രാണികളിലും എങ്ങനെ പൂജിക്കേണ്ടത്? സർവഭൂതേഷു സമത്വേന, എല്ലാ പ്രാണികളിലും സമഭാവന ഉണ്ടാവുക, സർവസാക്ഷിയായിട്ട് എല്ലാത്തിലും ഭഗവാനാണെന്നുള്ള ഭാവം ഉണ്ടാവുക. അങ്ങനെയാണ് ഭഗവാനെയും ഈ പല രീതിയിൽ ഭരിക്കേണ്ടത്. ദിശ്യേഷ്വേശ്വരി മദ്രൂപം ശംഖചക്രഗദാംബുജൈ യുക്തം ചതുർഭുജം ശാന്തം ജയൻ അർച്ചയിൽ സമാഹിത. ഇങ്ങനെയുള്ള ഈ സ്ഥാനങ്ങളിൽ ഓരോ രീതിയിലുണ്ടാവും. ഈ സൂര്യൻ്റെ രീതിയൊക്കെ ഭഗവാനെ ഭജിക്കാൻ എങ്ങനെ വേണം? ഭഗവാന് നമുക്ക് വേണിച്ച ഒരു രൂപം കൊടുക്കാം. 4 കൈകൾ, ശംഖചക്രം, ഗദ, പത്മങ്ങളോട് കൂടിയിട്ടുള്ള മഞ്ഞ പട്ടുകൊടുത്തുള്ള മനോഹരമായിട്ടുള്ള രൂപത്തിൽ ആ തൻ്റെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം ഈ പറഞ്ഞ ഓരോ സൂര്യാദി സ്ഥാനങ്ങളിലൊക്കെ ഭഗവാനെ പൂജിക്കണം. ആ സമയത്ത് ആ തൻ്റെ ഇഷ്ടദേവതാ രൂപത്തിലായിരിക്കണം ഭഗവാനെ മനസ്സിൽ കണ്ടത്. ഇങ്ങനെ ഇഷ്ടാപൂർത്തേന മാമേവം യോ യജേത സമാഹിത ലഭതേ മയി സദ്ഭക്തിം മത്സ്മൃതി സാധുസേവയാ. ഇങ്ങനെ സത്തുക്കളെ സേവിക്കുന്നതുകൊണ്ട് എപ്പോഴും എന്നെ സ്മരണ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഭക്തി വർദ്ധിക്കും. അതുമാതിരി ഇഷ്ടാപൂർത്തേന, ഇങ്ങനെ ഇഷ്ടമായിട്ട്, അതായത് ഇഷ്ടം എന്ന് പറഞ്ഞാൽ യജ്ഞങ്ങൾ ചെയ്യുക, പൂജകൾ ചെയ്യുക. അതുമാതിരി പൂർത്തം പറഞ്ഞാൽ സത്തുക്കള ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അതിൽ കിണർ കുഴിക്കുക, അല്ലെങ്കിൽ വഴിയമ്പലങ്ങൾ പടി അങ്ങനെ പ്രവർത്തിക്കുക. അതാണ് പൂർത്തങ്ങളെ പറഞ്ഞത്. അങ്ങനെ ഇഷ്ടാപൂർത്തേന മാമേവം യോ യജേത, അതൊക്കെ സമാഹിത, മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് സമാഹിതനായിട്ട് ആര് ചെയ്യുന്നതോ അങ്ങനെ ചെയ്യുന്ന അതിലോ എല്ലാവർക്കും മത്സ്മൃതി. ഇങ്ങനെ എല്ലാവരും എപ്പോഴും എന്നെ തന്നെ സ്മരിച്ചുകൊണ്ടും ഭക്തന്മാരെ ആശ്രയിച്ചുകൊണ്ടും ചെയ്തിരുന്നാൽ ആ എന്നിലുള്ള സ്മൃതി ഒരിക്കലും നശിക്കാണ്ട് അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അതാണ് ഈ ഭക്തിയോഗം എന്ന് പറയുന്നത്. പ്രായേണ ഭക്തിയോഗേന സത്സംഗേന വിനോദ്ധവ നോവായോ വിദ്യതേ സദ്രങ് പ്രായണം ഹി സദാമഹം. ഉദ്ധവ നോക്കൂ, അങ്ങനെ പ്രായേണ ഞാൻ പറഞ്ഞു തന്നില്ലേ, ഇതിലുള്ള ഈ ഭക്തിയോഗം കൊണ്ടും അതുമാതിരി സജ്ജനങ്ങളോടുള്ള ആ ചേർച്ച കൊണ്ടും അല്ലാണ്ട് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മാർഗം, ശ്രേഷ്ഠവും എളുപ്പമായിട്ടുള്ളൊരു മാർഗം ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളു. കാരണം ഞാനെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സദാം പ്രായണം അഹം ഹി, സത്തുക്കളായിട്ടുള്ള ആൾക്കാർക്ക് പരമമായിട്ടുള്ള പ്രാപ്യസ്ഥാനം യഥാർത്ഥത്തിൽ ഞാൻ തന്നെയാണ്. അപ്പോൾ ഈ സൽസേവ കൊണ്ടും ഈ ഭക്തി യോഗം കൊണ്ടും എന്നെ പ്രാപിക്കാൻ കഴിയുന്ന മാതിരി വേറെ ഒരു തരത്തിലും എളുപ്പത്തിൽ എന്നെ പ്രാപിക്കാൻ കഴിയില്ല. ഉദ്ധവ അത് മനസ്സിലാക്കിക്കൊള്ളുന്ന വഴിയാണ്. അതെ ഇത് പരമം ഗുഹ്യം ശൃണ്വതോ യദുനന്ദന സുഗോപ്യം അവിവക്ഷ്യാമി ത്വമേ ഭൃത്യ സുൽസഖാ. ഇത് വളരെ രഹസ്യമായിട്ടുള്ളതാണ്, വളരെ ഗുഹ്യമായിട്ടുള്ളതാണ്. എന്നാൽ ഞാൻ അങ്ങ് എൻ്റെ ഭൃത്യനും എൻ്റെ ചങ്ങാതിയും ആയതുകൊണ്ട് ഇതാ അങ്ങയ്ക്ക് പറഞ്ഞു തരികയാണ്. യദുനന്ദന, യദുകുലത്തിൽ ജനിച്ചുള്ള ഉദ്ധവ എന്ന് പറയുകയാണ്. അതായത് സാഖ്യം, യോഗം, ജ്ഞാനം ഇതൊക്കെ സമ്പാദിക്കാൻ മറ്റു സാധനങ്ങളുടെ അപേക്ഷ ഉണ്ടെന്നാലോ ഫലസിദ്ധിയിൽ വലിയ ഉറപ്പുമില്ല, എന്നാലോ വിഘ്നങ്ങളും ധാരാളം വരും. അതുകൊണ്ട് ഈ സത്സംഗം, അതുമാതിരി അതുകൊണ്ടുള്ള ഫലം ഉണ്ടാകുന്ന ഭക്തി, ഇതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളതും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത മാർഗം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാൻ ഉദ്ധവനോട്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ് ഭാഗവതി മഹാപുരാണേ ഏകാദശസ്കന്ധേ ഏകാദശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഹരേ.